സ്വിച്ച് ഇട്ട പോലെ ട്രംപണ്ണൻ ഇറാൻ്റെ നേരെയുള്ള ആക്രമണം അങ്ങ് നിർത്തി. എന്തിന്? രണ്ട് തരം ന്യൂസുകളും രണ്ട് തരം അനാലിസിസുമാണ് അതിന് പുറത്ത് വരുന്നത്. ഒന്നാമത്തെ അനാലിസിസ് എന്ന് പറയുന്നത് ഇറാനെ അടിക്കാനുള്ള മിസൈൽ ശേഖരം അമേരിക്കയുടേത് കുറഞ്ഞു, ഇല്ലാതായി എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു വിശദീകരണമായിട്ട് വരുന്നത്. രണ്ടാമത്, ഈ അമേരിക്കൻ ബേസുകളിൽ നിന്ന്, അതായത് ഇറാൻ്റെ പുറത്തുനിന്നുള്ള അമേരിക്കൻ ബേസുകളിൽ നിന്ന് ഇറാനെ ആക്രമിക്കാൻ പറ്റുന്ന ദൂരപരിധിയിലുള്ള സ്ഥലങ്ങളെല്ലാം അമേരിക്ക ആക്രമിച്ചിട്ടുണ്ട് എന്നുള്ളതും, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒമാനുമായിട്ട് ഇറാൻ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന ചർച്ച, ഇതുമാണ് അതിൻ്റെ കാരണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ മേജർലി ഇൻ്റർനാഷണൽ മീഡിയാസൊക്കെ മുന്നോട്ട് വയ്ക്കുന്ന രണ്ട് കാരണം എന്ന് പറയുന്നത് ഇതാണ്. ഇതിനകത്ത് എന്തിന് ഇപ്പോൾ ഇങ്ങനെ മാസീവായിട്ടുള്ള ഒരു അറ്റാക്ക് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത് അമേരിക്ക തോറ്റുപോയി, അമേരിക്കക്ക് ആക്രമിക്കാനുള്ള ശക്തി ഇല്ല എന്ന് പറയുന്ന നരേറ്റീവ്സിന് ഒരു കൗണ്ടർ നരേറ്റീവ് സെറ്റ് ചെയ്യുക. അതായത് അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, കണ്ടിന്യൂസ് ആയിട്ട് ഇറാനെ മേലെ ആക്രമണം നടത്തിയിട്ട് അമേരിക്ക പിന്തിരിയാൻ പോകുന്നില്ല, അമേരിക്ക ഇറാനെ നശിപ്പിച്ചേ അടങ്ങൂ എന്നുള്ള രീതിയിലുള്ള ഫിയർ ഇറാന് കൊടുക്കുക. എന്നാൽ ഇതൊന്നും സംഭവിച്ചില്ല എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് കാണണ്ടേ. എപ്പോഴും സംഭവിക്കുന്ന പോലെ തന്നെ ഓയിൽ പ്രൈസ് കൂടി അമേരിക്ക പോലും പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിലോട്ട് ഇറാൻ്റെ ആക്രമണം ഉണ്ടായി. ഇപ്പം ജോർഡാനിലും അതേപോലെ തന്നെ ഈ ഇറാഖിലൊക്കെയുള്ള അമേരിക്കയുടെ അതേപോലെ തന്നെ CIA ഒക്കെ കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ പ്രിസിഷൻ അറ്റാക്ക് നടത്തുക എന്ന് പറയുന്നത് തന്നെ ഈ അമേരിക്കയെ യഥാർത്ഥത്തിൽ ഞെട്ടിച്ചിട്ടുണ്ട്. കാരണം ഈ വാർ എസ്റ്റാബ്ലിഷ്മെൻറ്റ് സ്ഥലങ്ങൾക്ക് നേരെ അല്ലാതെ അമേരിക്കയുടെ അതർ എസ്റ്റാബ്ലിഷ്മെൻറ്റുകൾക്ക് നേരെയും ഇറാൻ ടാർഗറ്റ് അറ്റാക്ക് നടത്തുന്നു എന്ന് പറയുമ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അതൊരു ചില്ലറ കാര്യമല്ല. അതിലുണ്ടാവുന്ന നഷ്ടം എന്ന് പറയുന്നതും അമേരിക്കക്ക് ചില്ലറയല്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രശ്നം ഓൾറെഡി അവിടെ ഉണ്ട്. അത് മാത്രമല്ല, എക്സ്റ്റേണൽ ആയിട്ടുള്ള സഹായങ്ങൾ, അതായത് ചൈന വളരെ ഓപ്പൺ ആയിട്ട് പറഞ്ഞു ഞങ്ങൾ ഇറാനെ സഹായിക്കും എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ അങ്ങനെ എക്സ്റ്റേണൽ സഹായം കൂടെ നിലനിൽക്കുന്ന സാഹചര്യത്തിലും കൂടിയാണ് ട്രംപ് സ്വിച്ച് ഇട്ട പോലെ ഇപ്പം നിന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിനകത്ത് ഇപ്പോൾ വൈറ്റ് ഹൗസ് പറയുന്നൊരു വാദം എന്ന് പറയുന്നത്, ഓൾറെഡി ഇപ്പോൾ ഇറാനും അതേപോലെ തന്നെ ഒമാനും തമ്മിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ നയതന്ത്ര ചർച്ച എങ്ങനെ ഡെവലപ്പായിട്ട് വരുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടും കൂടി ആയിരിക്കും ഈ ആക്രമണം മുന്നോട്ട് പോകണോ വേണ്ടയോ എന്നുള്ള തീരുമാനിക്കുക എന്ന് പറയുന്നൊരു കാര്യം കൂടെ വരുന്നുണ്ട്. പക്ഷേ അതിനകത്ത് ഒമാനും ഇറാനും നടത്തുന്ന ചർച്ചകൾക്കകത്ത് അമേരിക്കക്ക് യാതൊരു സ്കോപ്പും ഇല്ല എന്നുള്ള കാര്യത്തിൽ ഇറാൻ വളരെ കൃത്യമായിട്ട് കണിശമായിട്ട് പറയുകയും കൂടെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എവിടെയാണ് അമേരിക്കയുടെ ഹോപ്പ് വരുന്നത്, അമേരിക്കയുടെ നിലനിൽപ്പ് വരുന്നത് എന്നുള്ളതാണ്. ഇനി ഇത് മാത്രമല്ലാതെ ഇസ്രായേലും ആക്ച്വലി ഇച്ചിരി കൺഫ്യൂസ്ഡ് ആണ്, അല്ലെങ്കിൽ ഇസ്രായേൽ ഇച്ചിരി അൺഹാപ്പിയാണ് ഈ കാര്യത്തിൽ. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സംയുക്തമായിട്ടുള്ളൊരു അറ്റാക്ക് ഇറാൻ്റെ നേരെ നടത്താനുള്ള ഒരു പ്ലാനും കൂടെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലും കൂടെയാണ് ഈ സ്വിച്ച് ഇട്ട പോലെയുള്ള നൃത്തം നിൽക്കുന്നതെന്നും കൂടെ നമ്മൾ കാണണം. അത് മാത്രമല്ല, ഓയിലിൻ്റെ പ്രൈസും ഇതേപോലെ തന്നെ ഏകദേശം 90-95 എന്ന് പറഞ്ഞിട്ട് ബാരലിന് റേറ്റ് കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന ഒരു ട്രെൻഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 100ന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ 120-140 ആ റേഞ്ചിലോട്ട് പെട്ടെന്ന് കയറും, 100ൻ്റെ മേലെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ ഇപ്പോഴും ഇനിയും ഈ അറ്റാക്ക് തുടരുകയും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഈ പ്രൈസ് കൂടെ 100ൻ്റെ മേലെ പോകുമ്പോൾ ഉണ്ടാവുന്ന പെട്ടെന്നുള്ള ഹൈക്കും കൂടെ വന്നു കഴിഞ്ഞാൽ അത് ഗെയിൻ ബാധിക്കാൻ പോകുന്നത് അമേരിക്കൻ എക്കണോമീനെ തന്നെ ആയിരിക്കും. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഈ അറ്റാക്ക് എല്ലാം നടന്ന് ഏകദേശം ഓയിൽ പ്രൈസ് കൂടി 120-130 ആയ സമയത്ത് ആണ് ഈ പറയുന്ന MOE വരികയും അതേപോലെ തന്നെ ഈ ഓയിലിൻ്റെ ഫ്ലോ സാധാരണ രീതിയിലേക്ക് ആവുകയും കൂടെ ചെയ്തു. എന്നിട്ടും അമേരിക്കൻ കമ്പനികൾ ഓയിലിൻ്റെ പ്രൈസ് കുറച്ചില്ല. അപ്പോൾ ട്രംപ് വീണ്ടും പറഞ്ഞു, ഈ കല്ല് താഴേക്ക് വീഴുന്ന പോലെ ഓയിൽ പ്രൈസ് പോന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ടാണ് ഓയിലിൻ്റെ പ്രൈസ് കൂട്ടാത്തതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം കൂടെ ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. അപ്പോൾ 100ൻ്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാലും പ്രശ്നം. അപ്പോൾ ഇങ്ങനെ മൾട്ടിപ്പിൾ ലെയേഴ്സിൽ ഇനിയും ഇത് തുടർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചടികളുടെ ആഘാതം കൂടുമെന്നുള്ള കാര്യത്തിൽ അമേരിക്കക്കും ട്രംപിനും യാതൊരു സംശയവുമില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലും കൂടിയാണ് ഇപ്പോൾ ഈ ഉള്ള അറ്റാക്ക് നിർത്തിവെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല, സ്റ്റോക്ക് പൈലിൻ്റെ എണ്ണം കുറഞ്ഞു എന്നുള്ളൊരു പ്രശ്നം കൂടെ ഉണ്ട്. അത് മാത്രമല്ല, അമേരിക്കക്ക് ആക്റ്റീവായിട്ട് ഇറാന് മേലെ ആക്രമണം നടത്താനുള്ള സ്പേസോ ബേസോ ഇപ്പം നിലവിലില്ല, അല്ലെങ്കിൽ അതെല്ലാം തന്നെ തകർന്ന അവസ്ഥയിലാണ്, പകുതി പ്രവർത്തിക്കാൻ പറ്റുന്ന രീതിയിലേക്കാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഈ പ്രാവശ്യം ഇറാനെ ആക്രമിച്ചത് എനിക്ക് തോന്നുന്നു ലണ്ടൻ ബേസിൽ നിന്നും
പറന്നുയർന്നിട്ടുള്ള വിമാനങ്ങളാണ് യഥാർത്ഥത്തിൽ ഇറാൻ ആക്രമിച്ചത്. അപ്പോൾ അത്രയും കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് വരെ ഇറാന്റെ നേരെ ആക്രമണം ഓപ്പറേറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്കും കൂടെ അമേരിക്ക എത്തിപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ അമേരിക്കക്ക് അത്ര സ്മൂത്ത് ആയിട്ടുള്ള ഒരു വർക്കിംഗ് അറ്റ്മോസ്ഫിയർ അല്ല നൽകുന്നത്. അത് മാത്രമല്ല, കണ്ണിന് കണ്ണ് എന്ന ഒരു നിലപാടിലേക്ക് ഇറാൻ പോവുകയും കൂടെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അബ്ബാസ് അറാക്ചി അടക്കം പറഞ്ഞിട്ടുണ്ട്, അതായത് ഞങ്ങൾ ആക്രമിക്കുകയാണ് എന്നുണ്ടെങ്കിൽ തിരിച്ച് അതേ നാണയത്തിൽ തന്നെ ഞങ്ങൾ ആക്രമണം നടത്തും. അപ്പോൾ അപ്പോഴാണ് ബാൻസ് അല്ല, നിങ്ങൾക്ക് തോന്നുന്നു പീറ്റ് ഹെക്സത്ത് ആണ് എന്ന് പറഞ്ഞത് കണ്ണിന് തല എന്നുള്ള ലെവലിൽ ഞങ്ങൾ പെരുമാറും. അപ്പോൾ അത് മാത്രമല്ല, അപ്പോൾ ഈ ഒരു വാഗ്വാദം ഉണ്ടാവുകയും അത് റിയാലിറ്റിയിൽ നടപ്പിലാകുകയും ചെയ്തൊരു സാഹചര്യമുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കുവൈത്തിൻ്റെ വൈദ്യുത കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാന്റെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അവർ വൈദ്യുതിയിൽ റേഷൻ ഏർപ്പെടുത്തുന്ന രീതിയിലേക്ക് വരെ കാര്യങ്ങൾ പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സഖ്യകക്ഷികൾക്ക് തന്നെ മൾട്ടിപ്പിൾ ലെയേഴ്സിൽ തിരിച്ചടികൾ കൂടുന്നു, തിരിച്ചടിയുടെ എണ്ണം കൂടുന്നു എന്നുള്ളൊരു അവസ്ഥയും കൂടെ ഈ ട്രംപിനെ കൊണ്ട് സ്വിച്ച് ഇട്ട പോലെ നിർത്തിപ്പിക്കാനുള്ള ഒരു ഫോഴ്സ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധനം അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇറാനെ വെറുതെ പോയി അങ്ങ് ആക്രമിച്ചാൽ പോരാ, ആക്രമിക്കുമ്പോൾ തിരിച്ചടി കിട്ടുന്നത് അമേരിക്കക്കും അമേരിക്കയുടെ സഖ്യകക്ഷികൾക്കും കൂടെ ചേർന്നിട്ടാണെന്നുള്ളൊരു പ്രശ്നം കൂടെ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയും കൂടെ ബേസിസിലാണ് അണ്ണൻ ഇപ്പോൾ ഈ സ്വിച്ച് ഇട്ട പോലെ നിർത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഓൾറെഡി ഇറാനെ വേറെ ആക്രമണം നടത്തുകയും ഹോർമൂസിൽ പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്തിട്ട് മൂഡ് കീറിയിരിക്കുകയാണ്. ഇപ്പോൾ ഓട്ടായിട്ടുള്ള ട്രൗസറും പാൻറ്റൊക്കെ ഇട്ടിട്ടാണ് ഇപ്പം നടക്കുന്നത്. അപ്പം ഇതിൻ്റെ ഇടയിലേക്ക് ഇനി ഒരു തീപ്പരിയും കൂടെ വീണ് കഴിഞ്ഞാൽ മൊത്തത്തിൽ ന്യൂഡായി പോവുകയും ചെയ്യുന്നൊരു അവസ്ഥയുണ്ടാവും. അപ്പോൾ അതില്ലാതിരിക്കാനും കൂടെയാണ് കുറച്ച് അറ്റാക്ക് ചെയ്തിട്ട് ഇപ്പം നിർത്തിയിരിക്കുന്നത്. പക്ഷേ ഒരിക്കലും ഈ പ്രശ്നം തീരാൻ പോകുന്നില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇതിങ്ങനെ പ്രൊലോങ്ഡ് ആയിട്ട് ഇങ്ങനെ നീണ്ട് പോവും. ഇസ്രായേൽ നിലനിൽക്കുന്നിടത്തോളം കാലം ഇത് നീണ്ടു പോവുകയും ചെയ്യും എന്നുള്ളതാണ്.